ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇഫ്താർ സീരീസിൻ്റെ അടുത്ത റെസിപ്പി ഉള്ളിവടയാണ്. നല്ല മൊരാൻ നമുക്ക് ഉള്ളിവട തയ്യാറാക്കാം. സമൂസയൊക്കെ അല്ലേ എന്നും കഴിക്കുന്നത്, അപ്പോൾ സമൂസയിൽ നിന്ന് മാറി നമുക്ക് ഇന്നൊരു ഉള്ളിവട ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് സവാള ഇതുപോലെ നീളത്തിലൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ ആ ഉള്ളിയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ കൈ വെച്ച് തന്നെ നമ്മളിതുപോലെ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറുമായിരിക്കും, എരിവും കുറവായിരിക്കും നമ്മുടെ ഉള്ളിവടയ്ക്ക്. അതുപോലെ തന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നമ്മൾ കൈവച്ച് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ മിക്സ് ചെയ്യുന്നതിലാണ് നമ്മളെ ഉള്ളിവടയുടെ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായി ചേർത്ത് കൊടുക്കുന്നത് അരിമാവും അതുപോലെ തന്നെ മൈദാമാവുമാണ്. ഒരു 3 സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോഴും നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം വേണമെങ്കിൽ ജസ്റ്റ് അത് തളിച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്യാവൂ, തോനെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ മാവൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത മാവ് കറക്റ്റായിരുന്നു. ഒരു 3 സ്പൂൺ മൈദാമാവും 1 സ്പൂൺ അടിപ്പൊടിയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളുടെ ഉള്ളിയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ബോൾസാക്കി ഇതുപോലെ എടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നടുക്ക്. എന്നിട്ട് ചൂട് എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരത്തില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിലോട്ട് പിടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം നന്നായിട്ട് മൂത്ത് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഉള്ളിവട റെസിപ്പിയാണ്. സമൂസ കഴിച്ച് മടുത്തെങ്കിൽ നമുക്കൊന്ന് ഇഫ്താറിന് ഉള്ളിവട ഉണ്ടാക്കി നോക്കാം.
അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട റെസിപ്പിയാണിത്. ഇതാ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്ന ഒരു ഉള്ളിവട റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.